വയനാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പശുക്കൾ ചാവുന്നു. വർദ്ധിച്ച ചൂട് പശുക്കൾക്ക് താങ്ങാനാവുന്നില്ല എന്ന് ക്ഷീര കർഷകർ പറയുന്നു. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ വിവിധ കർഷകരുടെ പശുക്കളാണ് ചത്തത്. ശിശുമലയിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ തറപ്പത്ത് കവലയിലെ CJ സെബാസ്റ്റ്യന്റെ പശു ഫാമിലാണ് ഞാനുള്ളത്. ഇവിടെ ഏപ്രിൽ മാസത്തിൽ മാത്രം 2 പശുക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഈ വരിയിൽ അങ്ങേ അറ്റത്ത് കിടക്കുന്ന പശുവിന്റെ ആരോഗ്യനില അല്പം മോശമാണ്. ചൂട് കൂടിയതാണ് പശുക്കളുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് കർഷകരൊക്കെ പറയുന്നത്. ഇവിടെ മാത്രമല്ല, അടുത്ത പല ഫാമിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ 2 പശുക്കൾ പോയി എന്ന് പറഞ്ഞു, ഒരു പശുവിന് വയ്യ പറഞ്ഞു. ഇത് ചൂട് തന്നെയാണോ ഇതിനെ ബാധിക്കുന്നത്? മറ്റുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് അവരൊന്നും ഒരു രോഗം കണ്ടെത്തുന്നില്ല. ടെസ്റ്റുകൾ തൈലേറിയ ടെസ്റ്റ് ചെയ്തു, ചാണകം ടെസ്റ്റ് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇതിലൊന്നും യാതൊരു വക ഒരു കോംപ്ലിക്കേഷൻസും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് മെഡിസിൻ പിന്നെ കൊടുക്കുന്ന ഗ്ലൂക്കോസും ഈ കാൽസ്യവും മറ്റുള്ള താൽക്കാലിക ഒരു പ്രതിരോധ നിലയിൽ മറ്റുള്ള ഇഞ്ചക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തീറ്റ തിന്നാതാകുകയാണ്, വെള്ളം കുടിക്കാതാകുകയാണ്. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങ് ചാടിയും കഴിക്കുന്നു, അങ്ങ് വിറയ്ക്കുന്നു, പെട്ടെന്ന് ഉടനെ പെടഞ്ഞു വീണും ഇരിക്കുന്നു. ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 28 വർഷമായി ഫാം മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഈ പശുവിന്റെ അവസ്ഥ എന്താ? തീറ്റ എടുക്കുന്നില്ല. ഇപ്പൊ 9 ദിവസമായി 3 നേരം വെള്ളം കൊടുത്ത് നോക്കും, അപ്പോൾ കുടിക്കുന്നില്ല, മാറി നിൽക്കും. ഈ പ്രസവിച്ച ഉടനെയുള്ള പശുക്കളാണ് രണ്ടെണ്ണം ചത്തത്. 8-9 ദിവസം കഴിയുമ്പോഴത്തേക്കും ചത്തുപോകും. അപ്പോൾ ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ടീം ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരോട് സംസാരിച്ചിട്ട് എന്താണ് പ്രതിവിധി എന്ന് അവരും കൂടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ശശിമലയിലെ തന്നെ ക്ഷീരകർഷകനായ തെക്കേത്തടത്തിൽ രവിയുടെ ഫാമിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇവിടെയും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു പശു ചത്തു. അതിന് മുൻപും ഒരു പശു ചത്തിരുന്നു. പശുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്താ ഈ ചൂട് കൂടിയത് തന്നെയാണോ എന്താ ഇവിടുത്തെ അവസ്ഥ? തീർച്ചയായിട്ടും ചൂട് കൂടുതലാണ് ഇതിന്റെ ഒരു കാരണം തീർത്തും പറയാം. കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് പശുക്കൾക്ക് ഇതൊന്നുമില്ല. ഈ ചൂടിന്റെ ഒരു ഇത് കാരണം പശുവിനെ ഒരു രാവിലെ എല്ലാ പശുക്കളെയും കുളിപ്പിച്ചിട്ട് രാവിലെ കറവെടുക്കുന്നത്. പക്ഷേ കറവ കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞ് പശു കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര അണപ്പായിരിക്കും. രാവിലെ നല്ലോണം കുളിപ്പിച്ചിട്ടാണ് കറവെടുക്കുക. പക്ഷേ എന്താ പറയുക, കഴിഞ്ഞ മാസം ഒരു പശു 8 ദിവസം കറവെടുത്തതാണ്. കന്നി പശു ഒരു 10-30 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളായിരുന്നു. അത് 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ അരി കിടന്ന് അണച്ചു. ഡോക്ടറെ വിളിച്ച് ഞാൻ ചികിത്സയെല്ലാം നടത്തി. ഒരു 8 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പശു ചത്തു. ഈ പശുക്കളെല്ലാം ചത്താൽ പോലും ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു 10 പൈസ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ക്ഷീരകർഷക മേഖലയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായ ഒരു സംവിധാനവും ഇവിടെയില്ല. അല്ലെങ്കിൽ ഒരു പശുവിനെ ഫ്രീ ആയിട്ട് ഇൻഷുർ ചെയ്യുന്ന ഒരു സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഈ മിൽമയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും ക്ഷീരകർഷകർക്ക് കിട്ടുന്നില്ല. പിന്നെ ഇന്നത്തെ കാലിത്തീറ്റയുടെയും ചോളപ്പുഴയുടെയും വില വെച്ച് നോക്കുമ്പോൾ ഇത് വളർത്തതിൽ തന്നെ അതിപ്പേദം പറഞ്ഞാൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ലാഭം. ക്ഷീരകർഷകർ അല്ലെങ്കിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. പലരും എങ്ങനെയൊക്കെയോ ഇത് നടത്തിക്കൊണ്ടു പോവുകയാണ്. അതിനിടയിലാണ് ഈ ചൂട് കൂടി പശുക്കൾ ചാകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നത്.